ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു വലിയ ചിന്തയല്ലേ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ഉർവശി പറഞ്ഞത്. എങ്ങനെയാണ് കുട്ടേട്ടനെ പോലെ ഒരാളുടെ ഈ വലിയൊരു ആക്ടിങ് സ്കില്ലിനെ എങ്ങനെയാണ് ഒരു നിലയിൽ ഇങ്ങനെ കുറച്ച്, ഞാൻ ആ പേര് പോലും പറയാൻ തയ്യാറല്ല. കാരണം ഷാരൂഖിന് മികച്ച നടനായി ജൂറിക്ക് സ്വാഭാവികം തിരഞ്ഞെടുക്കാം. പക്ഷേ ഉർവശി ചോദിച്ചൊരു ചോദ്യം അത് സ്വയം എങ്ങനെയാണ് എടുക്കുന്നത്? ആ ഉർവശിയുടെ ആ ഒരു ഫീൽ, ആ പറഞ്ഞതിലെ ഒരു വികാരം. ഉർവശി പറഞ്ഞ ഒരു കാര്യം ശരി, പ്രതിഷേധം ഒന്നും എനിക്കില്ല. എന്താ പറയുക, അല്ല ഉർവശി തോന്നിപ്പിച്ച ഒരു കാര്യം എനിക്ക് എന്താ വെച്ചാൽ ഒരു 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 കഥാപാത്രം, ഇപ്പം നമ്മളിപ്പം നായകൻ എന്ന് പറയും, ചില ഹീറോ എന്ന് പറയും. രണ്ടും രണ്ടാ ശരിക്കും പറഞ്ഞാൽ. നായകൻ എന്ന് പറഞ്ഞാൽ ആദിമധ്യാന്തമുള്ള കഥയിലെ കഥ നയിക്കുന്ന ആളാണ്, കഥ കൊണ്ടുപോകുന്ന ആൾ. അത് ചിലപ്പോൾ ഒരു പട്ടിയാവാം. പക്ഷേ ഹീറോ എന്ന് പറഞ്ഞാൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് അതിജീവിച്ച് മുന്നേറുന്നവനാണ് ഹീറോ. ഇവിടെ ഈ രണ്ടും കൂടെ ക്ലബ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതെ ഹീറോയാണ്, ഇച്ചോയുടെ ക്യാരക്ടറാണ്. അതെ, പക്ഷേ ഈ പരിഗണിക്കും പല പരിഗണനകൾ കാണും. നമുക്കിപ്പം ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു ഇപ്പോൾ ഒരു അവാർഡുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് അങ്ങനെയാണ്, ക്യാരക്ടർ ആക്ടർ. ഞാൻ ചോദിക്കട്ടെ, ഈ ബാക്കിയുള്ളവരും ചെയ്യുന്ന ആക്ടറല്ലേ? അഭിനയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ ഡെഫിനിഷൻ പറഞ്ഞാൽ ഒരു നടനിൽ കൂടി കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് അഭിനയം, അല്ലേ? അതെ, ഒരു നടനിൽ കൂടി കഥാപാത്രത്തെ, അത് എല്ലാ നടന്മാരും അതല്ലേ ചെയ്യുന്നത്. പിന്നെ ഇയാൾ മാത്രം ഇങ്ങനെ ക്യാരക്ടറുള്ള അതിൽ തന്നെ ഏറ്റവും മികവോടെ നിൽക്കുന്ന ഒരാൾ. എന്നാൽ ഞാൻ പറയാം 3 നല്ല നടന്മാർ അല്ല എന്ന് പറഞ്ഞാൽ പോലെ. ഇതിനകത്ത് ഇങ്ങനെ ഒരു കോമഡി നടൻ, പിന്നെ വില്ലൻ നടൻ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഉർവശി പറഞ്ഞതുപോലത്തെ അഭിപ്രായം പങ്കുവെച്ച ഒരുപാട് ആളുകൾ ആ കാലത്ത് ആ ദിവസങ്ങളിൽ പറയുന്നുണ്ട്. അഭിപ്രായം ആർക്കും പറയാമല്ലോ. പിന്നെ നമുക്കിങ്ങനെ ഒരു അവാർഡ് തന്നു, ഞാനിപ്പം അവാർഡ് നിഷേധിക്കാനോ അവാർഡ് ഇതിനെപ്പറ്റി പുറകെ പോകാനോ ഒന്നും ഉള്ള ആളല്ല. അതിങ്ങനെ വന്നുകൊണ്ടി. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞു പ്രേക്ഷക വർഷം. പിന്നെ ഞാനിപ്പോൾ ഇത്രയും വർഷമായപ്പോഴല്ലേ അവാർഡ് പറഞ്ഞ് കിട്ടുന്നത്. അങ്ങനെയുണ്ട്. പക്ഷേ ഇപ്പോൾ അവാർഡ് കിട്ടിയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മഹാനടനായെന്നോ അപ്പോൾ ഇന്നലെ വരെ കിട്ടാത്തതുകൊണ്ട് ഞാൻ മോശം നടനാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ആസ് ആൻ ആക്ടർ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പക്ഷേ എല്ലാ റോളും നല്ല കേട്ടോ, എനിക്ക് പറ്റാത്ത ഒരുപാട് റോളുകളുണ്ട്. ഇപ്പം എന്നോട് പറയാം മരം ചുറ്റി പ്രേമം അല്ല, അതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല. ഡാൻസ്. എന്നിട്ടും കുട്ടേട്ടനെ കൊണ്ട് ഒരുപാട് സിനിമകളിൽ പാടി അഭിനയിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ഈ പാടി അഭിനയിക്കാൻ തയ്യാറാകാതെ ഒഴിയാൻ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ കഴിയുന്നത് ഒഴിയും. ദേശീയ അവാർഡിൻ്റെ ഒരു സാഹചര്യം, ഇപ്പോൾ അവാർഡ് മേടിക്കാൻ പോകുമ്പോൾ ഉർവശി കൂടിയുണ്ട് മലയാളത്തിൻ്റെ അഭിമാനമായി, അല്ലെങ്കിൽ ഒരു അഭിമാനകരമായൊരു അഭിനേത്രി എന്ന നിലയിൽ അതൊരു വലിയ സന്തോഷം തരുന്ന കാര്യമല്ലേ? പിന്നെ ഞാൻ പറഞ്ഞാൽ അതൊരു ഭാഗ്യം ആണ്. അങ്ങനെ അവസരത്തിൽ നമ്മുടെ പടം കൃത്യമായിട്ട് വരുന്നു. 5-10 പേര് കൂടി തീരുമാനിക്കുന്നതാണല്ലോ. അങ്ങനെ തോന്നിയപ്പോൾ ഉർവശി വെട്ടിത്തുറന്നങ്ങ് പറയുകയായിരുന്നു. ഉർവശി പക്ഷേ വേറൊന്നുണ്ട്, ഈ മീഡിയാസ് ചിലർ പറഞ്ഞു ഉർവശി അവാർഡ് നിഷേധിക്കുന്നു എന്നൊക്കെ. അങ്ങനെ അവൾ പറഞ്ഞിട്ടേ ഇല്ല. വളരെ സെൻസിബിളായ ക്രിറ്റിസിസമാണ്. അത്രേ ഉള്ളൂ. അല്ല ഒന്നുകൂടി പറഞ്ഞു കേട്ടോ, സുരേഷ് ഗോപി അവിടെ ഉണ്ടല്ലോ, സുരേഷ് ഗോപി പോയി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറയട്ടെ എന്ന് അതിനിടയിലൊരു വളരെ കുറിക്കൊള്ളുന്ന വിമർശനം ഉന്നയിച്ചു വെച്ചിട്ടുണ്ട്. ഈ അവാർഡുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഇച്ചോയുടെ കഥാപാത്രം, അതുപോലെ ഒസ്യത്തിലെ കഥാപാത്രം, 80-കാരനും 100-കാരനും അതേ നിലയിൽ നിന്ന് ദേശീയ അവാർഡ് നേടിയ ആളാണ് നമ്മുടെ മുരളി, നെയ്ത്തുകാരൻ എന്ന് പറഞ്ഞ സിനിമ. മുരളി ഗംഭീര ആക്ടറായിരുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ മലയാളത്തിൽ വേറൊരു കാര്യമാണ്, നമ്മൾ വേറെ അന്യഭാഷയിലൊക്കെ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇവിടെ ഉള്ളവരെ പറ്റി ഭയങ്കര അഭിപ്രായം. ഇവിടുന്ന് സാധാരണ ഇപ്പം രജനിയുടെ പടത്തിലും അങ്ങനെയുള്ള പുറത്തെ അല്ല ഒരുപാട് ആർട്ടിസ്റ്റിനെ, ജോജു വരുന്നുണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് വലിയ വാല്യൂ കിട്ടുന്നുണ്ട്. പിന്നെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ രജനീകാന്ത് മഞ്ജു വാര്യരെ കുറിച്ച് പറഞ്ഞിരുന്നു, വിനായകനെ കുറിച്ച് പറഞ്ഞു, സൗബിനിപ്പോൾ. അതെ, നല്ല പേര് പറയിപ്പിക്കാനുള്ള നടന്മാരുണ്ട്.